നീ ഹീലും ശ്രദ്ധിക്കുന്നില്ല, ഇതാക്കുന്നില്ല. കുഴപ്പമില്ല കിട്ടും. ഇതിനകത്ത് കിട്ടും. ചുമ്മാ സ്പേസ് അടിച്ചാണ് സ്റ്റാമിന കുറഞ്ഞ് പെട്ടെന്ന് തീരും കേട്ടോ. ഏതാ ഈ ഫോർത്ത് എബിലിറ്റി എടുക്കുമ്പോഴേ ചുമ്മാ സ്പേസ് ഈ ഓടിച്ചുകൊണ്ടിരുന്ന സ്റ്റാമിന അവന്റെ ഫുൾ ടൈം സ്പേസ് നമുക്കുണ്ട്. അപ്പോൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം സ്പേസ് നമുക്ക് അല്ല ഫുൾ ടൈം ഡോഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോർത്ത് എബിലിറ്റി ഒറ്റയ്ക്ക് തീരും ട്രാൻസ്ഫോർമേഷൻ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ പെർഫെക്റ്റ് ആയിട്ട് ഡോഡ്ജ് ചെയ്താലും അറ്റാക്ക് ചെയ്താലും നിന്റെ ഹെവി അറ്റാക്കിന്റെ ഇത് കൂടും. മനസ്സിലായ? ഡോഡ്ജിനും ഉണ്ട് ആ പോയിന്റ്. സിനിമാറ്റിക് ടൈപ്പ് ഡോഡ്ജിനല്ലേ? അതെ. ആ സിനിമാറ്റിക് ടൈപ്പ് ഡോഡ്ജിന് ആ പോയിന്റ് കിട്ടും. കുഴപ്പമില്ല. എത്ര നേരമായി ലൈവ് തുടങ്ങിയിട്ട്? 2 മണിക്കൂർ. യു ഹാവ് പ്ലെന്റി ഓഫ് ടൈം ബ്രോ. രാത്രി മൊത്തം ഇരിക്കാനുള്ളതാ. അതെ. നീ ബ്ലാക്ക് മിത്ത് നോക്കും സ്ട്രീം ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം ആവറേജ് 7 മണിക്കൂർ ലൈവ്. 7 മണിക്കൂർ വെച്ച് 11 ദിവസം കൊണ്ടാണ് ഞാൻ തീർത്തത്. ഉച്ചക്ക് ഇരുന്ന് ഉരുക്കേണ്ടിരുന്നു. ലോക്കി മറക്കല്ലേ. നേരെ ഫ്രണ്ടിലോട്ട് കൊടുത്തു. അയ്യോ പോയി ടൈമിംഗ് പോയി. ആ ഡിലേ വരാൻ പാടില്ല, ആ സമ്മതിക്കൂല. ഇനി വരും, ഒരെണ്ണോടെ വരും. അതിന് നല്ല ഡാമേജാ. ഇനിയും വരും ഒരെണ്ണോടെ. കഴിഞ്ഞു. സ്റ്റാർട്ടിങ് പോയി. ഇപ്പൊ അടിച്ച അറ്റാക്ക് ഇല്ല എനിക്ക് ഇപ്പൊ അടിച്ച അറ്റാക്ക് ഇല്ലേ കാസ്ട്രോ, ഇതാണ് അവന്റെ അൾട്ടിമേറ്റ് അറ്റാക്ക്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാല്, അതായത് ഒരു വട്ടം തറ കൈ കുത്തും, ഒരു എക്സ്പ്ലോഷൻ, ആ കൈ പൊക്കുമ്പോ വീണ്ടും ഒരു എക്സ്പ്ലോഷൻ, മൂന്നാമതൊരു എക്സ്പ്ലോഷൻ. ആ സമയത്ത് നമ്മള് സ്ഥലം മാറി നിൽക്കുമല്ലോ, ആ സ്ഥലത്തോട്ടായിരിക്കും അവന്റെ ഫൈനൽ അറ്റാക്ക്. ഇതാണ് അവന്റെ അൾട്ടിമേറ്റ്, ഇതാണ് അവന്റെ ഏറ്റവും അൾട്ടിമേറ്റ് അറ്റാക്ക്. എല്ലാ ബോസിനും ഉണ്ടാവും ഇതുപോലൊരു അൾട്ടിമേറ്റ് അറ്റാക്ക്. പിന്നെ ക്യാഷ് ഈ മതിലിൽ കോർണർ ആവുന്ന പോലെ തോന്നിയാലേ മറ്റേ ലോക്ക് ചെയ്യും. അപ്പൊ ലോക്ക് മാറ്റിയാൽ മതി, കുറച്ചുകൂടെ മൂവ്മെന്റ്. എനിമി ലോക്കായി ഇരിക്കുന്നത് കൊണ്ടാണ് നിനക്ക് വേറെ അങ്ങോട്ട് നോക്കാൻ പറ്റാത്തത്. ഇപ്പം ട്രാപ്പായി തോന്നിയാൽ ലോക്ക് മാറ്റിയിട്ട് മൗസ് നീക്കിയിട്ട് മാറിയാൽ മതി പെട്ടെന്ന്. ഇല്ല കാസ്ട്രോ, ഇതിന് നീ മൈൻഡ് ഫക്ക് ആവണ്ട. ഇത് ടഫ് ബോസ് ആണ്. അതായത് ഒരു ബ്ലാക്ക് മിത്ത് നോക്കുക തുടങ്ങുന്ന ഒരാൾക്ക്, ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഇത് ഏറ്റവും ഹാർഡസ്റ്റ് ബോസ് ആണ് ചാപ്റ്റർ 1. ഇവന്റെ കാര്യം നീ നോക്കണ്ട. കിട്ടും ഇവനെ നോക്കുക. ഈ ബോസിന്റെ അടുത്ത് നമ്മളൊക്കെ ഇരുന്നത് 4-5 മണിക്കൂർ. നീ ഇപ്പൊ 50 മിനിറ്റ് എന്തോ ആയതേ ഉള്ളൂ, ഒരു മണിക്കൂർ എന്തോ ആയുള്ളൂ. അതുകൊണ്ട് ചില്ലായിട്ട് കളിച്ചോ, സമയം നോക്കണ്ട. ഞാൻ 2 പേരുടെ അടുത്ത് മാത്രമേ ലൂപ്പായി പോയുള്ളൂ. ഒന്ന് താനോസിന്റെ അടുത്തും, ഒന്ന് യെല്ലോ ലൂം എന്ന് പറഞ്ഞ ചാപ്റ്റർ 4 ഒരാളുണ്ട്. അവന്റെ അടുത്ത് ഞാൻ 4.5 മണിക്കൂർ ഇരുന്നു. 4.5 മണിക്കൂർ ഒരാളെ കൊല്ലം 4.5 മണിക്കൂർ ഇരുന്നു. എത്ര അവനെ ഞാൻ കൊന്നത് 30ാമത്തെ ട്രയൽ എന്തോ ആണ്, 4.5 മണിക്കൂറിൽ. ഓക്കോ ഒരെണ്ണം കൊടുക്കണം. കയ്യില കൊണ്ട് മാറിക്കോ കാസ്ട്രോ. ഒരെണ്ണോടെ വരും. കയ്യില കൊണ്ട് കാസ്ട്രോ, ലാസ്റ്റ് അടി കയ്യില കൊണ്ട്. കുഴപ്പമില്ല, നമുക്ക് 4 നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. 4 ഇട്ടോ, ഡൗട്ട് ചെയ്തിട്ട് 4 ഇട്ടോ. നല്ല ഡാമേജ്. ഞാൻ അതാ പറയണേ, നീ കുറച്ചും കൂടി റൈറ്റ് സൈഡിലോട്ട് കേറി നിക്കണേ, എന്നാലേ ഇവനെ അടിച്ചടിച്ച് നമുക്ക് സെന്ററിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇവൻ ചരിഞ്ഞു വീണപ്പോ കയ്യിലാ കിട്ടിയത്, അതുകൊണ്ടാണ് ഫേസിന്റെ ഇതിന് പോകുന്നത്. രഘുലിനെ വിളിക്കാൻ, അയ്യോ രഘുലിനെ വിളിച്ച രഘുലിന്റെ കോളിൽ ചിലപ്പോ ഇവൻ പാനിക് ആവണം. രഘുലിന്റെ കോള് ഭയങ്കര അലറാ, അതുകൊണ്ട് സീനാണ്. മനസ്സിലായി.
അതെ 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 കോളൊക്കെ അവന് ഇതാണ്, അവനും കാര്യം പിടി കിട്ടിയ ഇതായിട്ട് കറക്റ്റായിട്ട് പൊക്കോളും. നടാത്ത വന്നു. ഇവിടെ കഴിയുമ്പോ തന്നെ നീ ഒരു 30 HP ആവും, അല്ല 30 XP ആവും നിനക്ക്. ഓ അവന്റെ വെട്ടുമേടിക്കല്ലേ, അണ്ണാൻ പണിയാണ്. ഈ സമയത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അപ്പുറം പോയി നിന്നിട്ട് ആ സാധനം ചെയ്യാനില്ല. വേണ്ട അത് വേണ്ട അത് അവന് സൗണ്ട് കേൾക്കും. ഞാൻ പറഞ്ഞില്ല അവന് കണ്ണ് കാണത്തില്ലല്ലോ, സൗണ്ട് അല്ലേ, നീ ഓടി പോകുമ്പോ അവന് സൗണ്ട് കേൾക്കും. നീ കുറച്ചും കൂടി ഇതായിട്ട് വെക്കോ. കുറച്ചുകൂടെ റൈറ്റ് നിക്ക് കുറച്ചുകൂടെ റൈറ്റ് നിക്ക്. ഈ ഒരു ആംഗിളിൽ നിന്ന് പോയി അവനെ അടിച്ച് അവൻ ഇങ്ങോട്ട് നടക്കുമ്പോ ഞാൻ പറയാം കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നിൽക്കുകയാണ്. അവനെ അടിച്ച് നമുക്ക് ആ ഇടയ്ക്കത്തെ വാതിലോട്ട് കൊണ്ടുപോകണം. ഇനി നേരെ പോ കൊടു. ഇവിടുന്ന് അടിച്ചു കൊണ്ടുപോകും. കൊടു ഓ ടൈമിംഗ് മിസ് ചെയ്യല്ലേ. ഇപ്പൊ നീ കോർണർ ആയില്ല. അല്ലല്ല ഇനി 2 അടി വേണം. അല്ലല്ല അത് കയ്യായിരുന്നു. നീ റൈറ്റ് സൈഡിലോട്ട് പോയി. ഇത് നീ ഡോഡ്ജ് ചെയ്തേ പറ്റുള്ളൂ. ഹീലി കുഴപ്പമില്ല. അവനെ ഇനി നമുക്ക് നീ ഒന്ന് ചില്ല് ചെയ്തേ. ഇനി അവന്റെ ആക്ഷൻസ് എടുക്കട്ടെ. എടുത്തിട്ട് നിന്റെ അടുത്ത് വന്നിട്ട് അത് ഡോഡ്ജ് ചെയ്തതിനു ശേഷം ഇമ്മൊബിലൈസ് ചെയ്യാം. നൈസ് ഡോഡ്ജ് കൊടു. മാറിക്കോട്ടെ. ഡോട്ട് ചെയ്തോണ്ടിരുന്നു. നമുക്കൊരു ഹീല് വേണം. ബാക്ക് വന്ന് ഹീലടി. 4 എടുത്ത് ട്രാൻസ്ഫോം എടുക്കും. നൈസ്. ഒരെണ്ണം കൊടുക്കും. ഹെവി കൊടുക്കണം. മാറിക്കോട്. അവന്റെ ആക്ഷൻ മാറിക്കോട്. ഡോട്ട് ചെയ്യാൻ കളിക്കും. അവന്റെ ഹെവി അറ്റാക്ക് ആണ്. ഇനി ലാസ്റ്റ് ഒരെണ്ണം നിന്റെ നേർക്ക് വരും. നൈസ്. അത്രേ ഉള്ളൂ. നീ നേരെ ഒരു ഹെവി കൊടുത്തിട്ട് ക്രോസ് പോയി ലൈറ്റ് അടിക്കും. വീട് ഒരു ഹെവി കൊടു. സ്പേസ് ഹെവി വീണ് പോയി ഹെവി ആ സൗണ്ട് കേട്ടാ ഹെവി കൊടുക്കണം. ബാക്ക് വാ. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. ബാക്ക് വാ. ഹീലെടുക്ക്. ബാക്ക് വാ. ഇമ്മൊബിലൈസ് ഇപ്പൊ വരും. ബാക്ക് വാ. ഒരു ഹീലോട് എടുക്കും. ഒരു ഹീല്. അടി. കുഴപ്പമില്ല. ചില്ലായിട്ട് കളിക്കും. കുഴപ്പമില്ല. കുറച്ചു നേരം നീ ഒന്ന് ഡോഡ്ജ് മോഡി കളിക്കും. കുറച്ചു നേരം ഇമ്മൊബിലൈസ്. നൈസ് ഡോഡ്ജ്, നല്ല ഡോഡ്ജ്, കിടിലൻ ഡോഡ്ജ്. പിന്നെ വഴിയുണ്ടോ? നൈസ് ട്രൈ. കാസ്ട്രോ, നീ ആവേശം കൊടുന്നു നിനക്ക്. നീ അവനെ അടിച്ച് നമ്മളവിടെ 1 HP മുഖം പൊത്തുന്ന സമയത്ത് വീണ്ടും ഹെവി അറ്റാക്ക് മാത്രം നോക്ക്. ലൈറ്റ് നോക്കരുത്. നീ ആ മുഖത്ത് പിടിക്കുമ്പോ ഹെവി അറ്റാക്ക് കൊടുക്കാൻ നോക്ക്. അവിടെ മാത്രമേ ഉള്ളൂ മിസ് ചെയ്യുന്നത്. ബാക്കി എല്ലാം കറക്റ്റ്. സെറ്റ്. നല്ല ട്രൈ. ഇത് എത്രാം തടി ഇതിന്റെ മറ്റേ സാധനം കിട്ടിയതായിരുന്നു. എടാ കാസ്ട്രോ, ഇത് എത്രാം തടി അവനായിട്ട്? ഇവനായിട്ട് എന്താ മോനെ? അവനെ നേരെ പോയി അടി. ലോക്ക് ചെയ്തിട്ട് നേരെ പോയി അടി. ലോക്ക് ചെയ്തിട്ട് നേരെ പോയി അടി. അടിച്ചോ. അടി.
ഒരുപാട് റൈറ്റ് പോയി കൈ ആവല്ലേ. ആ അടിച്ചോ. ഫ്രീസ് ചെയ്യണേ. എന്നിട്ട് ഇൻസ്റ്റന്റ് 4 ഇട്ടോ അടിച്ചിട്ട് കത്തിക്കാനെ. സ്പേസ് റൈറ്റിലേക്ക് എടാ കുഴപ്പമില്ല. അവന്റെ അറ്റാക്കിന് സമയം കൊടു. നമുക്ക് ഇപ്പോഴും ഉണ്ട് ഹെവി കൊടുക്കാനുള്ള ഓപ്ഷൻ. ആ അതോട് കഴിയട്ടെ. ആ ഇനി ഓടിപ്പോയിട്ട് ഹെവി കൊടു. മാറിക്കൊടുക്കുക. അവന്റെ അറ്റാക്കിന് മാറിക്കൊടുക്കും. നല്ല തുടക്കം. നമുക്ക് ഹീൽസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നല്ല തുടക്കം. ഹീൽ അടിക്കണ്ടായിരുന്നു. കുഴപ്പമില്ല. ബാക്കോ എല്ലാം ഉണ്ട്. നമുക്ക് എല്ലാം ഉണ്ട്. പയ്യെ കളിച്ചാൽ ഇനി ഡോഡ്ജിന് മാത്രം കുറച്ചു നേരം ഡോഡ്ജ്. അടുത്ത ഇമ്മൊബിലൈസേഷൻ വരെ വെയിറ്റ്. ഇങ്ങോട്ട് വരരുത്. നീ കോർണർ വൈസ് ആയി പോകണം. നല്ല ഡോഡ്ജ്. തിരിച്ചു വാ. ഇമ്മൊബിലൈസേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. ഡോഡ്ജ് മാത്രം കളിക്കും. വീണ്ടും വരുവേ. ലാസ്റ്റ് എണ്ണം നിന്റെ നേർക്ക് വരുവേ. ഒരെണ്ണോട് വരും. ഇല്ല. കഴിഞ്ഞു. ഇമ്മൊബിലൈസേഷൻ ഉണ്ട്. ക്ലോസിൽ പോയിട്ട് ഇമ്മൊബിലൈസ്. മാക്സിമം ഡാമേജ്. ഹെവി. ലൈറ്റ് അവനെ വിട്ടോ. ബാക്ക് വാ. പറയണ കേക്ക്. നൈസ്. നമുക്ക് ഇഷ്ടം പോലെ ഹീലുണ്ട്, സമയമുണ്ട്, ഇമ്മൊബിലൈസേഷൻ ഉണ്ട്. 4 ഇപ്പൊ വരും. ചില്ലാവ്. നൈസ് ഡോഡ്ജ്. ബാക്ക് വാ. ഇമ്മൊബിലൈസേഷൻ വേണ്ടി വെയിറ്റ് ചെയ്യും. കുഴപ്പമില്ല. ചില്ല. ഡോഡ്ജ്. നൈസ്. ഇമ്മൊബിലൈസേഷൻ ഇപ്പൊ വരും. ക്ലോസിൽ പോണേ. അത് ചിലപ്പോ കഴിയുമ്പോ വരാൻ ഹെവി. സെയിം. റിപ്പീറ്റ്. ഒന്നുകൂടെ ചില്ലാവണേ. റിപ്പീറ്റ്. ഒന്നുകൂടെ. ഒറ്റോടെ. നൈസ്. തന്നെ